ചാലശ്ശേരി സ്വദേശി ഗോപിനാഥ് പാലഞ്ചേരിയുടെ മരണമൊഴി നാടകം 130ാമത്തെ വേദിയും പിന്നിട്ട് ജൈത്രയാത്രയിൽ. ഏകപാത്ര നാടകശില്പിയായ ഗോപിനാഥ് പാലഞ്ചേരിയുടെ ലഹരിക്കെതിരെ നടത്തുന്ന ഏകാംഗ നാടകമാണ് മരണമൊഴി. ഞായറാഴ്ച GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ലഹരിക്കെതിരെ നടത്തിയ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സമാപനത്തിലാണ് മരണമൊഴിയുടെ 130ാമത് അവതരണം നടന്നത്. ലഹരിക്കെതിരെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നതിനും മറഞ്ഞുപോകാത്തതുമായ സന്ദേശമാണ് നാടകം പകർന്നു നൽകുന്നത്. ഒരു കഥാപാത്രത്തിന്റെ കഥയല്ല, മറിച്ച് സമൂഹത്തിന്റെ ഭാവമാണ് നാടകം വരച്ചുകാട്ടുന്നത്. ഓരോ പ്രദർശനത്തിന്റെയും അവസാനം വരെ നിശബ്ദതയിൽ പ്രേക്ഷകരുടെ ചിന്തയിലേക്ക് നാടകത്തിന്റെ ലക്ഷ്യം തിരികെ എത്തിക്കുന്നു. ജീവന്റെ വില ചോദിക്കുന്ന അവതരണം കാണികളും ഏറ്റെടുത്തു. ആധുനിക കാലത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങളെ നാടകം അരങ്ങിൽ അടയാളപ്പെടുത്തുന്നു. ചെറുപ്രായം മുതൽ സ്കൂൾ നാടകരംഗങ്ങളിലൂടെ നാടകവേദിയുടെ വിശ്വസ്തനായി കലാരംഗത്ത് സജീവമായ ഇദ്ദേഹം 63 വയസ്സിന്റെ നിറവിലും നാടകപ്രേമവും കലാരംഗത്തുള്ള പ്രതിബദ്ധതയും അഭിനിവേശവും നിലനിർത്തി മികച്ച പ്രകടനവും ചലനാത്മക അവതരണവും കൊണ്ട് ശ്രദ്ധ നേടുകയാണ്. അമ്മയെ പോലെ താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് കരുതി താഴത്തും തലയിലും വെക്കാതെ താലോലിച്ച് വളർത്തിയ അമ്മയെ പോലെ ഒന്ന് കാൽ വഴുതി വീണാൽ അയ്യോ എന്റെ കുഞ്ഞെന്ന് ആർത്തലച്ച് ഓടി വന്ന് വാരിയെടുത്ത് തഴുകി തലോടി ഉമ്മ വെച്ച് ആശ്വസിപ്പിക്കുന്ന അമ്മയെ പോലെ പുറത്തുപോയി വരാൻ അല്പം താമസിച്ചു പോയാൽ ഉണ്ണാതെ ഉറങ്ങാതെ ആശങ്കയോടെ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന അമ്മയെ പോലെ മക്കളെ നമ്മൾ സ്നേഹിച്ചിട്ടുള്ളത്. 2 വർഷം മുമ്പ് സംസ്ഥാന പഞ്ചായത്ത് ദിനത്തിനോടനുബന്ധിച്ച് നടത്തിയ പാട്ടബാക്കി എന്ന നാടകത്തിലും മികച്ച അഭിനയം കാഴ്ചവെച്ചു. വിദ്യാർത്ഥികളെ നാടകം പഠിപ്പിക്കുന്നതിനായി ചാലിശ്ശേരി സ്കൂളിൽ ക്യാമ്പും നടത്തിവരുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സന്നദ്ധ പ്രവർത്തകനുമാണ്. കവുക്കോട് പാലഞ്ചേരി ചോഴി കാർത്തിയായനി ദമ്പതിമാരുടെ മകനായ ഗോപിനാഥിന് സഹധർമ്മിണി ഓമന, മക്കൾ ശില്പ, കാവ്യ എന്നിവർ പിന്തുണ നൽകുന്നു. ധലീഷ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്യാംകൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. മരണമൊഴിയുടെ 131ാമത് അവതരണം ചാലിശ്ശേരി മുക്കോട്ടയിൽ ഞായറാഴ്ച നടക്കും.